എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സ് എന്നതിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ്. എങ്ങനെയാണ് ഈ ചാപ്റ്റർ എളുപ്പമായി പഠിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തുടർന്നും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. ആദ്യമായിട്ട് തെർമോഡൈനാമിക്സിനൊരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദി കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക് ആൻഡ് വർക്ക് ഇൻറ്റു എനർജി. തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് ദി കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻറ്റു വർക്ക് ആൻഡ് വർക്ക് ഇൻറ്റു എനർജി. അപ്പോൾ ഹീറ്റിനെ വർക്കായിട്ട് മാറ്റുമ്പോഴത്തേക്കും അതുപോലെ വർക്കിനെ എനർജി ആയിട്ട് മാറ്റുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വേരിയബിൾസിനെയും അതുപോലെ ഉണ്ടാകുന്ന പ്രോസസ്സുകളെയും കുറിച്ചിട്ടാണ് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്. തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. 2 systems are said to be in thermal equilibrium if their temperature are same. Then there will not be any heat flow from one system to another. അപ്പം തെർമൽ ഇക്വിലിബ്രിയം എന്തെന്നാണ് ചോദിച്ചാൽ, അടുത്തടുത്തുള്ള 2 സിസ്റ്റംസ് തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് എപ്പോൾ പറയാമെന്ന് ചോദിച്ചാൽ അവിടുത്തെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ ഒരിക്കലും ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലോട്ട് ഒഴുകത്തില്ല. അതായത് ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം എന്നർത്ഥം. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. എന്താണ് 0th law of thermodynamics? Law states that 2 systems which are in thermal equilibrium with the third system separately are in thermal equilibrium with each other. അതായത് ഇവിടെ നമ്മളൊരു പടം കണ്ടിട്ടല്ലോ. ഇവിടെ 3 സിസ്റ്റം ഉണ്ട്. സിസ്റ്റം എ, സിസ്റ്റം ബി, സിസ്റ്റം സി. ഇത് കണ്ടക്ടറാണ്, ഇതും കണ്ടക്ടറാണ്, ഇത് ഇൻസുലേറ്ററാണ്. ദാറ്റ് മീൻസ് എയും സിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന 0th law of thermodynamics എന്നാൽ സിസ്റ്റം എ ആൻഡ് സിസ്റ്റം ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. സിസ്റ്റം എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ബിയും സിയും തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് നമുക്ക് പറയാം എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. പക്ഷേ ഇതൊരു ഇൻസുലേറ്ററാണ്, ഇതിൻ്റെ രണ്ടിലും ഇടയ്ക്കുള്ളത്. അതുകൊണ്ട് ഹീറ്റ് ഫ്ലോ ചെയ്യത്തില്ല. പക്ഷേ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇവിടെ കണ്ടക്ടറാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഫ്ലോ നടക്കും. അപ്പോൾ അതാണ് 0th law of thermodynamics. Law states that 2 systems which are in thermal equilibrium with the third system separately are in thermal equilibrium with each other. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് എന്താണ് ഇൻറ്റേർണൽ എനർജി എന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ദി സം ടോട്ടൽ ഓഫ് കൈനറ്റിക് എനർജീസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ് ഓഫ് ദി മോളിക്യൂൾസ് ഓഫ് ദി സിസ്റ്റം ഈസ് കോൾഡ് ഇൻറ്റേർണൽ എനർജി. അതായത് ഒരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള ടോട്ടൽ കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും സമ്മിന് പറയുന്ന പേരാണ് ഇൻറ്റേർണൽ എനർജി. അടുത്തതായിട്ട് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ഇവിടെ എനർജി കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ എനർജി കൺസർവ് ചെയ്യപ്പെടുന്നു. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇങ്ങനെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇഫ് ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, കുറച്ച് ഹീറ്റ് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്താൽ, ഇഫ് ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഗിവൺ ടു എ സിസ്റ്റം, എ പാർട്ട് ഓഫ് ദി ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഇൻറ്റേർണൽ എനർജി ആൻഡ് അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ദി എക്സ്റ്റേണൽ വർക്ക്. ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുത്താൽ അത് അവിടെ എന്തിനൊക്കെ യൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതിൻ്റെ മറ്റൊരു പാർട്ട് അവിടെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യാനും യൂസ് ചെയ്യും. അതാണ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത്. ഡെൽറ്റ ക്യൂ എന്നത് ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റമാണ്. ഡെൽറ്റ യു എന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ്. ഡെൽറ്റ ഡബ്ല്യു എന്നത് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റമാണ്. ഇപ്പം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ഒരിക്കലും മറക്കാത്തൊരു ഇക്വേഷനാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൊണ്ടിട്ടാണ് ഈ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിന് വേറൊരു എക്സ്പാൻഷൻ കൂടി ഉണ്ട്. വർക്കിനെ പി ഡെൽറ്റ വി എന്ന് എഴുതാം. അതായത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നും നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ എഴുതാൻ പറ്റും.
അടുത്തതായി നമുക്ക് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസും എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ, ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി സിസ്റ്റം. അതതിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല ആ സിസ്റ്റത്തിൻ്റെ. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓഫ് ദി സിസ്റ്റം. അതിന് പറയുന്ന പേരാണ് ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ്. അതിന് എക്സാമ്പിളാണ് പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എക്സെട്ര. അടുത്തതായിട്ട് എന്താണ് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് ചോദിച്ചാൽ, ദേ ഡിപ്പെൻഡ്സ് ഓൺ ദി സൈസ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. ഡിപ്പെൻഡ് ചെയ്യാത്തതിനെ ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറയും. എക്സ്റ്റെൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസിന് എക്സാമ്പിൾ വോളിയം, മാസ്, ഹീറ്റ് കപ്പാസിറ്റി, ഇൻറ്റേർണൽ എനർജി എന്നിവയാണ്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇൻറ്റൻസീവ് സ്റ്റേറ്റ് വേരിയബിൾസിൽ വരുന്ന ആളാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, പക്ഷേ എക്സ്റ്റെൻസീവ് വേരിയബിളാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമത് ആയിട്ട് നമുക്ക് എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് സച്ച് ദാറ്റ് ദി സിസ്റ്റം റിമെയിൻസ് ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ദി സറൗണ്ടിങ്സ് ത്രൂ ഔട്ട് ദി പ്രോസസ്സ്. അതായത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റം എന്നത് തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും വിത്ത് ദി സറൗണ്ടിങ്സ് ത്രൂ ഔട്ട് ദി പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സ് നടക്കുന്ന മുഴുവൻ സമയത്തും ആ സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലും മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലും ആയിരിക്കും വിത്ത് ദി സറൗണ്ടിങ്സ്. അതുപോലെ തന്നെ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്നത് ഒരു ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് സച്ച് ദാറ്റ് ദി സിസ്റ്റം റിമെയിൻസ് ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ദി സറൗണ്ടിങ്സ് ത്രൂ ഔട്ട് ദി പ്രോസസ് ഈസ് കോൾഡ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. എന്താണ് ഐസോബാറിക് പ്രോസസ്? ഐസോബാറിക് പ്രോസസ് മീൻസ് പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഐസോബാറിക് പ്രോസസ്സിൽ. അതിന് പറയുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. പ്രഷർ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. ഇഫ് ഹീറ്റ് ഈസ് അപ്ലൈഡ് ടു ദി സിസ്റ്റം, എ പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഇൻറ്റേർണൽ എനർജി ആൻഡ് അതർ പാർട്ട് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. അതറിയാമല്ലോ, നമുക്കറിയാമല്ലോ. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി എന്നതാണ് ഐസോബാറിക് പ്രോസസ്സിൻ്റെ ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. സി പി എന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതുകൊണ്ടാണ് പി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ള പ്രോസസ്സുകൾക്ക് പറയുന്ന പേരാണ്, തെർമോഡൈനാമിക് പ്രോസസ്സുകൾക്ക് പറയുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. വോളിയം ഈസ് കോൺസ്റ്റൻ്റ്, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0. ദെയർഫോർ ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. നമുക്കറിയാം ഡെൽറ്റ വി 0 ആണ്. അപ്പം എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്ന കാര്യം 0 ആണ്. ഡെൽറ്റ ഡബ്ല്യു 0 ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്ന ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നതിൽ ഡെൽറ്റ ഡബ്ല്യു 0 ആയിട്ട് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറഞ്ഞിട്ട് വരും ഫോർ ഐസോകോറിക് പ്രോസസ്. ഹീറ്റ് സപ്ലൈഡ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുക. എപ്പോഴായിരിക്കുമ്പോഴത്തേക്ക് വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഐസോകോറിക് പ്രോസസ് ആയിരിക്കുമ്പോഴത്തേക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി ബി ഡെൽറ്റ ടി. അടുത്തതായിട്ട് എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് നടക്കുക. അതായത് സെയിം ടെമ്പറേച്ചറിലായിരിക്കണം പ്രോസസ്സ് നടക്കുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്സ്. പി വി എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ബോയിൽസ് ലോയിൻ്റെ എക്സ്പ്ലനേഷൻ. ബോയിൽസ് ലോയിൽ പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പം പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് എന്നാണല്ലോ. അപ്പോൾ ഇതൊരു ബോയിൽസ് ലോൻ്റെ എക്സ്പ്ലനേഷൻ തന്നെ. ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി പ്രോസസ്. പി വി ഇസിക്കൽ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻറ്റിന് ഒരു ഇക്വേഷൻ കൂടെ പറയുന്നുണ്ട്. കോൺസ്റ്റൻറ്റ് ഇസിക്കൽ മ്യൂ ആർ ടി. കണ്ടീഷൻസ് ഫോർ ഐസോതെർമൽ പ്രോസസ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഒരു ഡയാതെർമിക് വാളായിരിക്കണം സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിലും ഇടയിൽ പ്രവർത്തിക്കുന്നത്. എ ഡയാതെർമിക് wall between system and surroundings. Diathermic means perfectly conducting wall. And the process must be slow. ഒരു ഐസോതെർമൽ പ്രോസസ്സ്, ഒരു ഐഡിയൽ ഐസോതെർമൽ പ്രോസസ്സ് എന്നൊക്കെ പറയണമെങ്കിൽ അതൊരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സ് ആവണമെങ്കിൽ പ്രോസസ്സ് വളരെ സ്ലോ പ്രോസസ്സ് ആയിരിക്കണം.
അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലെ ഒരു ഡെറിവേഷൻ സെക്ഷനാണ് വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ് നടക്കുമ്പോഴുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ. സപ്പോസ് എ സിസ്റ്റം, നമുക്ക് ആ ക്വസ്റ്റിലേക്ക് അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. സപ്പോസ് എ സിസ്റ്റം ഓഫ് ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് ഫ്രം V1 to V2 ഡ്യൂറിങ് ആൻ ഐസോതെർമൽ പ്രോസസ്. വർക്ക് ഡൺ ഫോർ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം dW = P delta V. അല്ല, ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. dW എന്നത് P delta V ആണെന്ന്. V1 നിന്നും V2 എക്സ്പാൻഡ് ചെയ്യുന്നത് വോളിയം. അതുകൊണ്ട് അത് നമുക്ക് ലിമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, മറക്കരുത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം. അപ്പോൾ വർക്ക് ഡൺ ഫോർ സ്മോൾ ചേഞ്ച് ഇൻ വോളിയം dW = P delta V. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോഴത്തേക്ക് dWനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ഫ്രം ലിമിറ്റ് V1 to V2. അതായത് V1 to V2 P delta V എന്ന് എഴുതിയാൽ മതി അല്ലേ. dW എന്ന് പറഞ്ഞാൽ P delta V അല്ലേ. ഇതിൽ നിന്നും Pക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം. PV = nRT ഐഡിയൽ ഗ്യാസ്. അതിൽ നിന്നും P = nRT/V. അതായത് W = V1 to V2 nRT/V dV. അങ്ങനെ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ആദ്യമായിട്ട് കോൺസ്റ്റൻറ്റുകൾ പുറത്തെടുത്തു. എന്നും നമ്പർ ഓഫ് മോൾസും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും പുറത്തെടുത്തു. 1/V വോളിയാണല്ലോ ഇവിടെ ചേഞ്ച് ആവണേ. അപ്പോൾ 1/Vനെ V1 to V2 ഇൻ്റഗ്രേറ്റ് ചെയ്യുക. nRT log V 1/V dV എന്ന് വെച്ചാൽ log V ആണ്. അപ്പം nRT log V V1 to V2. അതായത് ഇതിന് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് nRT log V2 minus log V1 എന്ന് വരും. log V2 minus V1 log A minus log B എന്ന് പറയുന്നത് log A/B ആണ്. അപ്പം log V2/V1 എന്നാക്കാം. അപ്പോൾ W = nRT log V2/V1. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഡ്യൂറിങ് ഐസോതെർമൽ പ്രോസസ്. അടുത്തതായിട്ട് എന്താണ് ഒരു അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് നോക്കാം. ഒരു സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് വാൾവ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അഡയബാറ്റിക് പ്രോസസ്സ്. മീൻസ് അവിടെ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒന്നും ഹീറ്റൊന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല എന്നർത്ഥം. നോ ഹീറ്റ് എൻ്റർ ഓർ ലീവ് ദി സിസ്റ്റം means an adiabatic system contains perfectly insulated walls in between system and surroundings. മനസ്സിലായല്ലോ, സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിൽ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് വാളാണ് ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, അഡയബാറ്റിക് പ്രോസസ്സ് എന്നാൽ അവിടെ സിസ്റ്റത്തിലും സറൗണ്ടിങ്സിനും ഇടയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസുലേറ്റഡ് വാൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഹീറ്റ് ഫ്ലോ ചെയ്യത്തില്ല സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ. നോ ഹീറ്റ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം മീൻസ് ആൻ അഡയബാറ്റിക് സിസ്റ്റം കണ്ടെയ്ൻസ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റഡ് വാൾ ഇൻ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. PV റൈസ് ടു ഗാമ എന്നത് കോൺസ്റ്റൻ്റ് ആണ് അഡയബാറ്റിക് പ്രോസസ്സിൽ. ഗാമ എന്നത് CPൻ്റെ CVൻ്റെ റേഷ്യോ ആണ്. നമ്മൾ കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഗാമേനെ കുറിച്ചിട്ട്. അപ്പോൾ PV റൈസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ് ഓർ TV റൈസ് ടു ഗാമ -1 കോൺസ്റ്റൻറ്റ് ഓർ P റൈസ് ടു ഗാമ V റൈസ് ടു 1 - ഗാമ ഇസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് പ്രോസസ്സ്. ഒരു അഡയബാറ്റിക് പ്രോസസ്സ് നടക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നത് എന്നതിനുള്ള ഒരു ഡെറിവേഷൻ പാർട്ടാണ്. നമുക്ക് വർക്ക് ഡണ്ണിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വർക്ക് ഡൺ ഡ്യൂറിങ് ആൻ അഡയബാറ്റിക് ചേഞ്ച് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഫ്രം P1 V1 T1 ടു ദി സ്റ്റേറ്റ് P2 V2 T2. അപ്പോൾ ഒരു അഡയബാറ്റിക് ചേഞ്ച് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് P1 V1 T1 ഇരിക്കുന്ന കണ്ടീഷനിൽ നിന്നും P2 V2 T2 ഇരിക്കുന്ന കണ്ടീഷനിലേക്ക്. അപ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്നത് ഇൻ്റഗ്രൽ V1 to V2 dW എന്നതാണ്. അതായത് ഇൻ്റഗ്രൽ V1 to V2 P delta V. ഐസോതെർമൽ വർക്ക് ഡൺ കണ്ടുപിടിച്ചതുപോലെ നമ്മൾ Pക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. PV റൈസ് ടു ഗാമ എന്നത് K ആണ് അഡയബാറ്റിക് പ്രോസസ്സിൽ. അപ്പം Pക്കൊരു ഇക്വേഷനായി K/V റൈസ് ടു ഗാമ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വർക്ക് W = V1 to V2 ഈ സംഭവം ഇങ്ങോട്ട് എടുത്തു. K/V റൈസ് ടു ഗാമ ഇൻറ്റു dV. K എന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടിട്ട് K നമ്മൾ പുറത്തെടുത്തു. V1 to V2 V റൈസ് ടു -ഗാമ dV. എന്തുകൊണ്ടാണ് മൈനസ് ഗാമ എന്നായത്? ഇത് ശരിക്കും 1/V റൈസ് ടു ഗാമ എന്നാണ്. ദാറ്റ് മീൻസ് V റൈസ് ടു -ഗാമ. മനസ്സിലായോ?
ഓക്കെ, അപ്പം വി റൈസ് ടു മൈനസ് ഗാമ ഒരു ഇപ്പം വി എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ പവറായിട്ടൊരു സബ്സ്റ്റൻസ് അല്ലേ, ഒരു ഗാമ കിടപ്പുണ്ട്, മൈനസ് ഗാമ. നമുക്ക് ഇവിടെ നിന്നും പഠിക്കേണ്ട ഒരു റിസൾട്ട് എന്നത് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ എന്നൊരു ഇക്വേഷനാണ്. അതാണ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എന്നിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ വി റൈസ് ടു മൈനസ് ഗാമയ്ക്ക് എങ്ങനെ പറയും? കെ ഇൻറ്റു വി റൈസ് ടു മൈനസ് ഗാമ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ പ്ലസ് വൺ ലിമിറ്റ് വി വൺ ടു വി ടു. മനസ്സിലായോ ഇതെങ്ങനെ വന്നതെന്ന്? ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ വൺ മൈനസ് ഗാമ അല്ലെങ്കിൽ മൈനസ് ഗാമ പ്ലസ് വൺ മൈനസ് ഗാമ പുറത്തെടുത്തു. ഓക്കെ, അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അതിനുശേഷം വി റൈസ് ടു വൺ മൈനസ് ഗാമ, ഈ മൈനസ് ഗാമ പ്ലസ് വൺ എന്നുള്ളത് തന്നെയാണ് വൺ മൈനസ് ഗാമ എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടും തന്നെയാണ്, തെറ്റിപ്പോയരുത്, അങ്ങനെയൊന്നും കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ വി റൈസ് ടു വൺ മൈനസ് ഗാമ, പിന്നെ ലിമിറ്റ് കൊടുത്ത് വി വൺ ടു വി ടു. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കെ ഇൻറ്റു നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു, ഇവിടെ വി വൺ വി ടു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? കെ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു വി ടു റൈസ് ടു വൺ മൈനസ് ഗാമ മൈനസ് വി വൺ റൈസ് ടു വൺ മൈനസ് ഗാമ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ കെയിനെ ഇതിനകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് എടുത്ത് വന്നിട്ടുള്ള കാര്യമാണ്. മീൻസ് വൺ ബൈ വൺ മൈനസ് ഗാമ എന്നായിട്ട് കെയിനെ അകത്തേക്ക് എടുത്തു. കെ ഇൻറ്റു വി ടു റൈസ് ടു വൺ മൈനസ് ഗാമ മൈനസ് കെ ഇൻറ്റു വി വൺ റൈസ് ടു വൺ മൈനസ് ഗാമ. നമുക്കറിയാം എന്താണ് കെ എന്ന്. കെ എന്ന് വെച്ചാൽ എന്താ? പി വി റൈസ് ടു ഗാമ എന്നതാണ് കെ. അങ്ങനല്ലേ നമ്മളിവിടെ എഴുതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. കെയ്ക്ക് വരാൻ പി വി റൈസ് ടു ഗാമ എന്ന് എടുക്കും. അപ്പോൾ ഇത് വി ടു ആയതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിൽ വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു ഇവിടെ വി ടു ആയതുകൊണ്ടിട്ട് വി ടുവിന് അനുസരിച്ചുള്ള പി ടു വി ടു റൈസ് ടു ഗാമ ഇൻറ്റു പഴയ മുൻപുള്ളത് വി ടു ഇൻ റൈസ് ടു വൺ മൈനസ് ഗാമ മൈനസ് പി വൺ വി വൺ റൈസ് ടു ഗാമ ഇൻറ്റു വി വൺ റൈസ് ടു വൺ മൈനസ് ഗാമ. അടുത്തതായിട്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു പി ടു വി ടു മൈനസ് പി വൺ വി വൺ കിട്ടും. നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ് അല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഗെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ദെയർഫോർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു എൻ ആർ ടി ടു മൈനസ് എൻ ആർ ടി വൺ. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ പി ടു വി ടു അല്ല, അപ്പം ടി ടു എൻ ആർ ടി ടു മൈനസ് എൻ ആർ ടി വൺ. മനസ്സിലായി? ദാറ്റ് ഈസ് എൻ ആർ നമ്മൾ പുറത്തെടുത്തു, എൻ ആർ ഇൻ ബൈ വൺ മൈനസ് ഗാമ ഇൻറ്റു ടി ടു മൈനസ് ടി വൺ. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് അഡേബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വർക്ക് ഡൺ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എൻ ആർ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ടി വൺ മൈനസ് ടി ടു. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ പാർട്ട് എല്ലാവരും ഒന്ന് എഴുതി പഠിച്ചിട്ടേ എക്സാമിന് പോകാവൂ കേട്ടോ. അടുത്തതായിട്ട് ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്, സെക്കൻഡ് സെക്ഷനായി. അവിടെ നമ്മൾ സൈക്ലിക് പ്രോസസ്സ് എന്താണെന്നാണ് പറയുന്നത്. ഇൻ എ സൈക്ലിക് പ്രോസസ് ദി സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനിഷ്യൽ സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ടല്ല അതിന് ചാക്രിയം എന്നൊക്കെ പറയുന്നത് സൈക്ലിക് പ്രോസസ്സ്. സോ ഡെൽറ്റ യു എന്നത് 0 ആണ് ഫോർ എ സൈക്ലിക് പ്രോസസ്സ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ എനർജി 0 ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നതിൽ ഡെൽറ്റ ക്യൂ എന്നത് ഡെൽറ്റ ഡബ്ല്യു ആണ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ബിക്കോസ് ഡെൽറ്റ യു എന്നത് 0 ആണ്, അതുകൊണ്ടിട്ടാണ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു വന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഹീറ്റ് എഞ്ചിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. It is a device used to convert heat energy into mechanical energy. ഹീറ്റ് എൻജിൻ ഹീറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു ഹീറ്റ് എൻജിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് 4 പാർട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സോഴ്സ് ആണ്. എന്താണ് സോഴ്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ വെരി ഹോട്ട് ബോഡി ഓഫ് ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എളുപ്പമല്ലേ? ഒരു ഹീറ്റ് എൻജിൻ കണ്ട, ഒരു ഹോട്ട് റിസർവോയർ, ഒരു കോൾഡ് റിസർവോയർ, അവിടെ നിന്ന് Q1 Q2 വരുന്നു, വർക്ക് ഉണ്ടാവുന്നു. അതാണ്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് സോഴ്സ് ആണ്. എ വെരി ഹോട്ട് ബോഡി ഓഫ് ദി ലാർജ് സ്പെസിഫിക് കപ്പാസിറ്റി ഉള്ള ഒരു ഹോട്ട് ബോഡിയാണ് സോഴ്സ്. അടുത്തതായിട്ട് എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് നോക്കാം. എക്സാമ്പിൾ സ്റ്റീം ഇൻ എ സ്റ്റീം എൻജിൻ. സിസ്റ്റം എന്നല്ല, വായിച്ചത് മാറിപ്പോയതാണ്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സ്റ്റീം ഇൻ എ സ്റ്റീം എൻജിൻ, എ മിക്സ്ചർ ഓഫ് ഫ്യൂൽ വേപ്പർ ആൻഡ് എയർ ഇൻ എ പെട്രോൾ ഓർ ഡീസൽ എഞ്ചിൻ. അതാണ് അവിടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സ്റ്റീം എഞ്ചിനിലാണെങ്കിൽ സ്റ്റീമാണ്, ഒരു പെട്രോളോ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ മിക്സ്ചർ ഓഫ് ഫ്യൂൽ വേപ്പർ ആൻഡ് എയർ ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്.
അപ്പോൾ അവിടെ അത്രയും പഠിച്ചാൽ മതി. അടുത്ത സിങ്ക് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. എ കോൾഡ് ബോഡി ഓഫ് ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സോഴ്സ് ആയാലും സിങ്ക് ആയാലും ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ബോഡിയാണ്. സോഴ്സ് എന്ന് പറയുമ്പം എ വെരി ഹോട്ട് ബോഡി ഓഫ് ലാർജ് സ്പെസിഫിക് കപ്പാസിറ്റി. ഇൻ ദി കേസ് ഓഫ് സിങ്ക് എന്ന് വെച്ചാൽ എ കോൾഡ് ബോഡി ഓഫ് ലാർജ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. എക്സാമിന് ഹീറ്റ് എഞ്ചിൻ്റെ ഫിഗർ മസ്റ്റാണ്. കണ്ടോ, ഹോട്ട് റിസർവോയർ, കോൾഡ് റിസർവോയർ. ഇവിടെ ഹീറ്റ് എഞ്ചിനിൽ നടക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് Q1 ഫ്രം ദി സോഴ്സ്. സോഴ്സിൽ നിന്നും Q1 എടുത്തു. എ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് Q1, ഹീറ്റ് Q1 ഹോട്ട് റിസർവോയറിൽ നിന്ന് എടുത്തു. ഹീറ്റ് Q1 ഫ്രം ദി സോഴ്സ്. എ പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ടു വർക്ക് W. ആ Q1 ഇവിടെ വന്നപ്പോൾ എ പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക്. എ പാർട്ട് ഓഫ് ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് W ആൻഡ് അതർ പാർട്ട് Q ഈസ് ഗിവൺ ടു സിങ്ക്. അപ്പം സിങ്കിലേക്ക് അതർ പാർട്ട് Q2 കൊടുത്തു. കുറച്ച് പാർട്ട് വർക്കായി പോയി, കുറച്ച് പാർട്ട് എവിടെ കൊടുത്തു? കോൾഡ് റിസർവോയർ ആയിട്ടുള്ള സിങ്കിൽ കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് എടുത്തു, അത് വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. റിമെയിൻ വന്ന Q2 കോൾഡ് റിസർവോയറിലല്ല സിങ്കിൽ കൊടുത്തു. അതാണ് ഹീറ്റ് എഞ്ചിൻ്റെ ഫംഗ്ഷൻ. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്നത് അനദർ സെക്ഷനാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈറ്റ ഇസ് ഈക്വൽ ടു W/Q1 ഇസ് ഈക്വൽ ടു Q1 മൈനസ് Q2/Q1 ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2/Q1. Q2 0 ആയാൽ ഈറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ദാറ്റ് മീൻസ് അതൊരു 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിനാണെന്ന് നമുക്ക് പറയാം. ഇറ്റ്സ് ആൻ ഐഡിയൽ എഞ്ചിൻ. അത്തരത്തിൽ ഐഡിയൽ ആയിട്ടുള്ള എഞ്ചിനൊന്നും പോസിബിൾ അല്ല. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റെഫ്രിജറേറ്ററിലും ഹീറ്റ് പമ്പ്സിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷനാണ്. എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന്. റെഫ്രിജറേറ്റർ, ആദ്യം നമുക്ക് റെഫ്രിജറേറ്റർ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കാനുള്ളത്. എ റെഫ്രിജറേറ്റർ വർക്ക് ഇൻ ദി റിവേഴ്സ് ഓർഡർ ഓഫ് ഹീറ്റ് എഞ്ചിൻ. ഹീറ്റ് എഞ്ചിന് റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് റെഫ്രിജറേറ്റർ. ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ഫോർ ബോത്ത് റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഈസ് ഫ്രിയോൺ. എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്? നമ്മുടെ ഹീറ്റ് പമ്പിലും റെഫ്രിജറേറ്ററിലും വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഫ്രിയോണുകളാണ്. എന്താണ് ഫ്രിയോൺസ് എന്നൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാനിവിടെ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഫിഗർ നമുക്ക് നോക്കണം. ഹോട്ട് റിസർവോയർ, കോൾഡ് റിസർവോയർ പഴയതുപോലെ ഉണ്ട്, വർക്ക് ഇങ്ങോട്ടുണ്ട്. ഇതും ഹീറ്റ് എഞ്ചിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ആരോ മുകളിലേക്കാണ്, ഈ Q1 എന്നത് ആരോ റൈറ്റിലേക്കാണ്, Q2 എന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഹീറ്റ് എഞ്ചിൻ്റെ പടം വരച്ചിട്ട് ആരോസ് തിരിച്ചിട്ടാൽ മാത്രം മതി റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് പമ്പ്സിൻ്റെയോ ഫിഗർ വരയ്ക്കാൻ ചോദിച്ചാൽ അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ളൊരു ഫിഗർ. വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ഹീറ്റ് Q2 ഫ്രം ദി സിങ്ക്. സം വർക്ക് ഈസ് ഡൺ ഓൺ ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ആൻഡ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ലിബറേറ്റ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് ലിബറേറ്റ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് Q1 ടു ദി സോഴ്സ്. അതാണ് ഇവിടെ നടക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ കോൾഡ് റിസർവോയറിൽ നിന്നിട്ട് ഒരു Q2 വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ഹീറ്റ് Q2 ഫ്രം ദി സിങ്ക്. സം വർക്ക് ഈസ് ഡൺ ഓൺ ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദി വർക്കിംഗ് സബ്സ്റ്റൻസ് ലിബറേറ്റ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് Q1 ടു ദി സോഴ്സ്. അതാണ് അതിൻ്റെ ഫങ്ഷൻ കൺസെപ്റ്റ്. ഒരു റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് പമ്പ്സിൻ്റെയോ ഫങ്ഷൻ. അടുത്ത Q1 എന്നത് Q2 പ്ലസ് W ആണ്. ഓർ W ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2 ആണ്. ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. ആൽഫ ഈസ് ഈക്വൽ ടു Q2/W ഓർ Q2/Q1 മൈനസ് Q2 എന്നതാണ്. ഡബ്ല്യുവിനെ എക്സ്പ്രസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടുന്ന് കിട്ടില്ല. W ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2. അടുത്തതായിട്ട് ഹീറ്റ് പമ്പ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു പമ്പ് ഹീറ്റ് ഇൻ ടു എ പോർഷൻ ഓഫ് സ്പേസ്. ഒരു റൂമിലേക്ക് കുറച്ച് ഹീറ്റ് പമ്പ് ചെയ്യാന്ന് വെച്ചാൽ അതിന് പറയുന്നവരാണ് ഹീറ്റ് പമ്പ്സ്. ഹീറ്റ് പമ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു പമ്പ് ഹീറ്റ് ഇൻ ടു എ പോർഷൻ ഓഫ് സ്പേസ്. ദി കോയിഫിഷ്യൻ ഇവിടെ നിന്ന് അറിയേണ്ട ഈ കാര്യം മാത്രമേ ഉള്ളൂ. ദി കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു Q1/W എന്നാണ്, അല്ലെങ്കിൽ Q1 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2 എന്നാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഓക്കെ, അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് പഠിക്കേണ്ടത്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തിയറീസ് അവൈലബിൾ ആണ്. ഏറ്റവും എളുപ്പം പഠിക്കാനുള്ളത് മാത്രമാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് അക്കോർഡിംഗ് ടു ക്ലോഷ്യസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പം പുള്ളീൻ്റെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം.
നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾഡ് റിസൾട്ട്സ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് റിസർവോയർ ടു എ ഹോട്ട് റിസർവോയർ. അപ്പം എക്സാമിന് പോകുന്ന ഒരു സ്റ്റുഡൻറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒന്നിലധികം ഡെഫിനിഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടേ പോകും. ഇതുകൂടാതെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് പറഞ്ഞത്. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട്സ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് റിസർവോയർ ടു എ ഹോട്ട് റിസർവോയർ. അടുത്തതായിട്ട് പഠിക്കുന്നത് ഈ ചാപ്റ്റർ ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ്. കാർനോട്ട് എൻജിൻ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷനാണ്. കാർനോട്ട് എൻജിനും കാർനോട്ട് സൈക്കിളും എക്സാമിന് സാധാരണ കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് കാർനോട്ട് എൻജിൻ? എ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ ഈസ് കോൾഡ് കാർനോട്ട് എൻജിൻ. മനസ്സിലായോ? അതൊരു റിവേഴ്സിബിൾ എൻജിനാണ്, ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 ടെമ്പറേച്ചറിന് ഇടയിലാണ്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഡെഫിനിഷൻ ഓക്കെ ആവും. ഓക്കെ, എ റിവേഴ്സിബിൾ ഹീറ്റ് എൻജിൻ ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ 2 ടെമ്പറേച്ചർ ഈസ് കോൾഡ് കാർനോട്ട് എൻജിൻ. ദിസ് ഐഡിയൽ ഹീറ്റ് എൻജിൻ ഹൂസ് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് കാർനോട്ട് സൈക്കിൾ. എന്താണ് കാർനോട്ട് സൈക്കിൾ എന്ന് ഒരു മാർക്കിന് സാറിന് ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? ദിസ് ഐഡിയൽ ഹീറ്റ് എൻജിൻ അല്ലെ കാർനോട്ട് എൻജിൻ്റെ സൈക്കിൾ എന്ന് പറയുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. ദിസ് ഐഡിയൽ എൻജിൻ ഹൂ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കോൾഡ് കാർനോട്ട് സൈക്കിൾ. അല്ലെങ്കിൽ കാർനോട്ട് എൻജിൻ്റെ സൈക്കിൾ ഓഫ് ഓപ്പറേഷന് പറയുന്ന പേരാണ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് എൻജിൻ്റെ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഒരു ഗ്രാഫിൽ നമുക്ക് ചിത്രീകരിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇത് പഠിക്കാതെ ഒന്നും എക്സാമിന് പോകരുതാരും. ഓക്കെ, അപ്പോൾ പിയും വിയും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരച്ചു. ഒരു ഒരു ലാൻഡ്സ്കേപ്പ് പോലെ എന്തെങ്കിലും ഒരു സംഭവം. ഓക്കെ, എന്തോട്ടെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ ഇതൊരു പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഗ്രാഫാണ്. പ്രഷറും വോളിയും തമ്മിൽ പ്ലോട്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ ഇവിടെയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് P1 V1 T1 എന്നത് P2 V2 T1 ആയിട്ട് മാറും. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇനി ഈ P2 V2 T1 എന്ന് പറയുന്നത് P3 V3 T2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്നാണ്. അടുത്തതായിട്ട് P3 V3 T2 എന്നത് P4 V4 T2 എന്നതായിട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേര് ഐസോതെർമൽ കംപ്രഷൻ എന്നതാണ്. അടുത്തതായിട്ട് P4 V4 T2 എന്നത് P1 V1 T1 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് പറയുന്നത് എന്താണ്? അഡയബാറ്റിക് കംപ്രഷൻ. അങ്ങനെ 4 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡയബാറ്റിക് കംപ്രഷൻ. ഇത് 4 എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ വർക്ക് ഡൺ കൂടി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എളുപ്പമാണ് ഈ കാർനോട്ട് എൻജിൻ എന്ന് പറയുന്നത് എഴുതി കൊടുക്കാൻ. ഇനി നമുക്ക് കാർനോട്ട് സൈക്കിളിൽ ഓരോ ഇവൻറ്റ് നോക്കാം. ഒന്നാമത്തെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇവിടെ എഴുതി കൊടുക്കേണ്ടത് എങ്ങനെയാണ്? P1 V1 T1 to P2 V2 T1 ആയിട്ട് മാറും ബൈ അബ്സോർബിങ് എ ഹീറ്റ് Q1 ഫ്രം ദി സോഴ്സ് അറ്റ് T1 Kelvin. ദി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഡ്യൂറിങ് ദീസ് പ്രോസസ്. ഓരോന്നിലെ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. W1 to 2, ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3, ഇതാണ് 4. ഓക്കെ, അപ്പം W1 to 2 എന്ന് പറയുന്നത് Q1 is equal to NR T1 ln V2 by V1 എന്ന ഇക്വേഷനാണ് അവിടെ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് അഡയബാറ്റിക് എക്സ്പാൻഷൻ. അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പം P2 V2 T2 എന്നത് P3 V3 T1 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഡ്യൂറിങ് ദിസ് പ്രോസസ് എന്ന് പറയുന്നത് W2 to 3 എന്നതാണ്. അതെന്ന് പറയുന്നത് NR ഡിവൈഡഡ് ബൈ γ-1 ഇൻറ്റു T1 - T2. ഇക്വേഷനൊക്കെ അതേപോലെ പഠിച്ചേ പറ്റൂ. ഓക്കെ, എളുപ്പമാണ് ഇത് സംഭവം. ഈ ഒരു പ്രോസസ്സ് ഇത് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഇതിലെ W ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഇനി ഇതിൻ്റെ സിസ്റ്റം കൂടെ കൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വർക്കും സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അഡയബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക് W2 to 3 എന്നത് NR ബൈ γ-1 ഇൻറ്റു T1 - T2 എന്നതാണ്. അടുത്ത ഐസോതെർമൽ കംപ്രഷനാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഐസോതെർമൽ കംപ്രഷനിൽ P3 V3 T2 എന്നത് P4 V4 T2 ആയിട്ട് കൺവേർട്ട് ചെയ്യും. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് ഡ്യൂറിങ് ദിസ് പ്രോസസ് എന്നത് W3 to 4 എന്നത് NR T2 ഇൻറ്റു ln V4 by V3 അല്ലെങ്കിൽ W3 to 4 എന്നത് -NR T2 ln V3 by V4 എന്നാണ്. അപ്പോൾ ഈ 2 ഇക്വേഷനും പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അടുത്ത അഡയബാറ്റിക് കംപ്രഷൻ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അഡയബാറ്റിക് കംപ്രഷനിൽ P4 V4 T2 to P1 V1 T1 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. വർക്ക് ഡൺ ബൈ ദി ഗ്യാസ് എന്ന് പറയുന്നത് W4 to 1 എന്നത് -μR അല്ലെങ്കിൽ -NR എന്ന് എഴുതിയാലും മതി. -NR ബൈ γ-1 ഇൻറ്റു T1 - T2. അപ്പോൾ നമ്മൾ ബാക്കി മൂന്നിടത്തും N വെച്ചിട്ട് തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് ഇതും നമുക്ക് N ആക്കാം. ഓക്കെ,
NR/γ-1 ഇൻറ്റു T1 - T2. ഇവിടുത്തെ ടോട്ടൽ വർക്ക് ഡണ്ണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ W1 to 2 + W2 to 3 + W3 to 4 + W4 to 1. അപ്പം ഈക്വേഷൻ എല്ലാം അവിടെ എഴുതി കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഈക്വേഷനാണ് കിട്ടുന്നത്. NR/T1 ln V2/V1 - NR/T2 ln V3/V4. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പം എന്താണ് ടോട്ടൽ വർക്ക് ഡൺ? കാർനോട്ട് എഞ്ചിൻ NR/T1 ln V2/V1 - NR/T2 ln V3/V4. അങ്ങനെ ഒരു പാട്ട് പോലെ അങ്ങ് പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ എന്നത് ഈറ്റ = 1 - T2/T1 എന്നതാണ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ കൂടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൾമോസ്റ്റ് എക്സാമിന് കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ചാപ്റ്ററായിട്ട് കാണാം. അതുവരേക്കും ബൈ.